ഈ മഴ സാഹചര്യം ഒന്ന് പരിശോധിക്കാം നമുക്ക്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി എല്ലായിടത്തും യെല്ലോ അലർട്ടുമാണ്. ജൂലൈ 1 വരെ കാലവർഷം ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനുരു, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള ദിവസമാണ് ഇന്ന്. എല്ലായിടത്തും അത്യാവശ്യം മഴ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ചിലയിടത്ത് മാത്രമാണ് ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ മാറി നിൽക്കുന്നത്. അപ്പോൾ എന്താണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പുതിയ മുന്നറിയിപ്പ്? ഇന്നലെ ഈ മഴയിൽ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ചെറിയ ചെറിയ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പം മലയോര മേഖലകളിലേക്കും പ്രത്യേകിച്ച് ഈ നദിക്കരകളിൽ അണക്കെട്ടുകളിലൊക്കെ ക്രമാതീതമായി ജലം ഉയരുകയും ഈ ഷട്ടറുകൾ ഉയർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ നദിക്കരയിലുള്ളവർക്കൊക്കെ ഉണ്ടോ? എന്താണ് മുഴുവൻ ഒരു മഴ മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ? ചെയ്തു അടുത്ത 24 മണിക്കൂറിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ട് ഈ 2 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. മറ്റ് 12 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നല്ല ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം കാലവർഷം ദുർബലമായതോടുകൂടി സംസ്ഥാനത്ത് ഭയങ്കര മഴയുടെ കുറവാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ വരെ ഏകദേശം 36% മഴയുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് 600 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 385 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇത് കാരണം സംസ്ഥാനത്ത് വൈദ്യുതിയുടെ പ്രതിസന്ധി വലിയ രൂക്ഷമായിരിക്കുകയാണ്. KSEB ഇന്നലെ ഇറക്കിയ പത്രക്കുറിപ്പ് പ്രകാരം അവരുടെ ഡാമുകളിൽ, KSEBയുടെ ഡാമുകളിൽ കേവലം 21% വെള്ളമാണ് അവശേഷിക്കുന്നത്. ഇതൊരു വലിയ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം പലയിടങ്ങളിൽ രാത്രികാലങ്ങളിലടക്കം ഈ ലോഡ് ഷെഡിങ്ങിന് പോലെ അരമണിക്കൂറും 20 മിനിറ്റും ഒക്കെയുള്ള ലോഡ് ഷെഡിങ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ രാവിലെ ഒരു യൂണിറ്റിന് 19 പൈസയ്ക്ക് വൈദ്യുതി ലഭ്യമാകുമെങ്കിൽ രാത്രികാലങ്ങളിൽ, അതായത് പീക്ക് ടൈമുകളിൽ 10 രൂപ കൊടുത്താൽ പോലും വൈദ്യുതി ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട്. മുൻകാലങ്ങളിൽ നമുക്കറിയാം കേരളത്തിൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി വാങ്ങിച്ചത്. അത് കൈമാറ്റ കരാർ പ്രകാരമായിരുന്നു. 500 മെഗാവാട്ട് വൈദ്യുതി വാങ്ങിച്ചു. എന്നാൽ ഈ കാലയളവിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്നിരിക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തിരിച്ചു കൊടുക്കാമെന്നുള്ള കരാറിലാണ് നമ്മൾ വൈദ്യുതി വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് മഴ കുറഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ്. 500 മെഗാവാട്ട് തിരികെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തായാലും മഴ ലഭ്യത കേരളത്തെ വലിയ രൂക്ഷമായ സ്ഥിതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. ശരി അൻഡു, ശരി. ഇപ്പം എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട്. കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക.